അക്കുച്ചിയുടെ കാത് കുത്തിയ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് അത് അവരുടെ കമ്മലിട്ടായിട്ടാണ് അത് നമുക്ക് കാത് കുത്തി തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 മാസം കഴിയുമ്പോഴത്തേക്കും ഈ കമ്മൽ മാറ്റിട്ട് നമുക്കുള്ള കമ്മൽ വേണമെങ്കിൽ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ അക്കുച്ചിയുടെ കാത് കുത്തിട്ട് 1 മാസമൊന്നും ആയില്ല. എന്നാൽ പോലും അക്കുച്ചിയുടെ കാതിന്റെ ബാക്കിലായിട്ട് ചെറിയ ബ്ലാക്ക് കളറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങളോട് കുഞ്ഞിന്റെ കാത് വല്ലതും പഴുക്കുവാണെന്ന് വിചാരിച്ച് പലതവണ ഞങ്ങൾ ഊരാൻ നോക്കി, പക്ഷെ അതൊന്നും പറ്റിയില്ല. അങ്ങനെ ഇന്നലെ എന്നും വരട്ടെ എന്ന് കരുതി ഞങ്ങൾ ഉറക്കത്തിൽ അക്കുന്റെ കാതിൽ കമ്മൽ ഊരാൻ നോക്കി. എന്നിട്ടും അവള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഓയിൽമെന്റ് ഒക്കെ മരവിക്കാനുള്ള തേച്ചിട്ടാണ് പിന്നെ അക്കുന്റെ കമ്മൽ അങ്ങ് ഊരിയത്. അങ്ങനെ കമ്മൽ ഊരി കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പഴുക്കുമൊന്നുമല്ല, അതിൽ ചെറിയ പൊടിയോ അഴുക്കോ എന്തോ കയറി ഇരുന്നിട്ട് ബ്ലാക്ക് ആയതാ. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്ത് അങ്ങനെ അക്കുച്ചിയുടെ ചെറിയച്ഛന്റെ വകയായിട്ട് കമ്മലൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. കമ്മലൊക്കെ വാങ്ങിച്ചു വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ കാത് കുത്താനായിട്ട് പോയത്. എന്തായാലും മരവിക്കാനുള്ള ഓയിൽമെന്റ് തേച്ചതല്ലേ, അപ്പൊ ആ മരവിച്ച സമയത്ത് തന്നെ നമുക്ക് ആ കമ്മലങ്ങ് ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ആ കമ്മലങ്ങ് ഇട്ടു. അങ്ങനെ അതിനിടയ്ക്ക് അവൾ ഒരുപാട് തവണ കരഞ്ഞോണ്ട് എഴുന്നേറ്റു. പിന്നെ പതുക്കെ കിടത്തി ഉറക്കി ഒരു വിധത്തിൽ ആ കമ്മലൊക്കെ അങ്ങ് ഇട്ട് കേട്ടോ. അങ്ങനെ പുതിയ കമ്മലൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്ക് അക്കുച്ചിക്ക് കാതിന് തട്ടില്ലാത്തത് കൊണ്ട് അത് താന്നാ കേട്ടോ നന്നായിട്ട് കിടക്കുന്നത്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു, രാവിലെ ആകുമ്പോഴത്തേക്കും കാവിന് വേദനയൊക്കെ ഉണ്ടാവും. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്കും കുഞ്ഞിന് വേദന ഒന്നും ഇല്ലാന്ന് അറിഞ്ഞപ്പോ ഒരാശ്വാസം.